പ്രൈസ് ഗോഡ്. എൻ്റെ പേര് ക്രിസെൽസ ബിനു. ഞാൻ CET-യിൽ CS ഫൈനൽ ഇയർ സ്റ്റുഡൻ്റാണ്. എൻ്റെ വീട് അങ്കമാലിയാണ്. ഞാനിവിടെ വന്നിരിക്കുന്നത് എനിക്ക് ദൈവം തന്നൊരു കുഞ്ഞ് എക്സ്പീരിയൻസിനെ കുറിച്ചൊന്ന് പറയാനായിട്ടാണ്. അത് ഞാൻ 10 വരെ ഞാൻ ICC സ്കൂളിലായിരുന്നു. അതിന് ശേഷം ഒരു എൻട്രൻസ് കോച്ചിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ പിന്നെ വേറൊരു സ്കൂളിലോട്ട് മാറി. അപ്പോൾ 10 വരെ ഭയങ്കര ലൈക്ക് പഠിത്തത്തിലൊക്കെ നല്ലതായിട്ട് പഠിക്കുമായിരുന്നു. വലിയ കുഴപ്പമൊന്നുമില്ലാത്ത മാർക്കൊക്കെ വേണ്ടി അങ്ങനെ പോയിക്കൊണ്ടിരുന്നൊരു സമയമായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് ഞാനൊരു എൻട്രൻസിന് വേണ്ടിയിട്ട് വേറൊരു സ്കൂളിലോട്ട് മാറിയത്. അപ്പം ഇനീഷ്യലി എനിക്ക് 11-12 അപ്പം ഞാൻ കറക്റ്റ് കയറിയ സമയത്ത് കൊറോണ സമയമായിരുന്നു. അപ്പം വീട്ടിൽ ഇരുന്ന് തന്നെ കോച്ചിങ് അങ്ങനെ രീതിയിലായിരുന്നു ആദ്യമൊക്കെ. അപ്പം 11th കയറി ആദ്യമൊക്കെ ഓൺലൈൻ ക്ലാസ് ആയി. ആദ്യമൊക്കെ കുഞ്ഞു ടോപ്പിക്സ് ഒക്കെ ആയിരുന്നു. അപ്പം ഭയങ്കര എളുപ്പമായിരുന്നു. അപ്പം ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. നല്ല മാർക്കൊക്കെ കിട്ടി, അങ്ങനെ പോയി തുടങ്ങി. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പോർഷൻസ് കുറച്ച് ഡിഫിക്കൽട്ട് ആവാൻ തുടങ്ങി. ടൈം കുറേ ഇട്ടു തുടങ്ങി, എഫേർട്ട് കുറേ ഇട്ടു ഈ ഒരു പഠിക്കാനൊക്കെ ആയിട്ട്. പക്ഷെ എന്നാലും മാർക്ക് ഒട്ടും ഉണ്ടായിരുന്നില്ല. വന്ന് കുറേ കേൾപ്പിലേക്ക് നെഗറ്റീവിലോട്ടൊക്കെ വരാൻ തുടങ്ങിയായിരുന്നു. അപ്പം ആക്ച്വലി പക്ഷെ എന്നാലും പാരലലി ഞാൻ ലൈക്ക് ഒരു 5 hours സ്ലീപ്പൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. വേറെ എക്സ്ട്രാ ആക്ടിവിറ്റീസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഫുൾ ടൈം പഠിക്കുക, അങ്ങനെ ഒരു രീതിയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പം ഇങ്ങനെ ഒബ്വിയസ്ലി ഇങ്ങനെയൊക്കെ ആയപ്പോഴേക്കും ഇടയ്ക്ക് ഒരു താഴോട്ട് പോകാനായിട്ടുള്ള കുറേയൊക്കെ ടെൻഡൻസികളൊക്കെ ഉണ്ടായിരുന്നു. കാരണം എത്ര പഠിച്ചിട്ടൊന്നും കിട്ടുന്നില്ല, മാർക്കൊന്നുമില്ല. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത്, പക്ഷേ അങ്ങനെ ഇരിക്കുന്ന സമയത്താണെങ്കിൽ തളരാതിരിക്കാനായിട്ടുള്ള ഭയങ്കര ഒരു കൃപ എനിക്ക് ഈശോ എനിക്ക് തന്നായിരുന്നു. ആ സമയത്ത് അഭിഷേകത്തിന് ഞാൻ കാണുമായിരുന്നു എല്ലാ സൺഡേ രാത്രി 8:30. അപ്പം അതിനകത്ത് വട്ടയിലച്ച ഇങ്ങനെ പറയുന്ന കാര്യങ്ങൾ എന്നെ ഭയങ്കര ടച്ച് ചെയ്യായിരുന്നു. ബൈബിളിൽ നിന്നൊക്കെയുള്ള കാര്യങ്ങൾ എന്നെ ഏറ്റവും കൂടുതൽ ആ സമയങ്ങളിൽ ടച്ച് ചെയ്തൊരു കാര്യം ജോബിൻ്റെ പുസ്തകത്തിൽ ജോബ് ഭയങ്കര എല്ലാ കാര്യത്തിലും സമ്പന്നനായിരിക്കുന്ന സമയത്ത് ദൈവത്തെ ഭയങ്കരമായിട്ട് ആരാധിക്കുന്നു, അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു ആദ്യം. അപ്പം ഇങ്ങനെ സാത്താൻ വന്ന് പറയുന്നുണ്ട്, നീ എല്ലാ അനുഗ്രഹങ്ങളും നൽകുന്നതുകൊണ്ടാണ് അവൻ ഇപ്പോഴും നിന്നോട് ഇങ്ങനെ ആരാധിക്കുകയൊക്കെ ചെയ്യുന്നത്. നീ ഒന്ന് എല്ലാ അനുഗ്രഹങ്ങളും എടുത്തു നോക്ക്, അപ്പോൾ നിനക്കറിയാൻ അവൻ എങ്ങനെയായിരിക്കും പെരുമാറുന്നതെന്ന്. അപ്പം ദൈവം ഭയങ്കര പൂർണ്ണ വിശ്വാസത്തോടെ പറഞ്ഞു, ഇല്ല എൻ്റെ മോൻ ഒരിക്കലും ജോബ് അങ്ങനെ ഒരിക്കലും ചെയ്യത്തില്ല എന്ന് പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു. എന്നിട്ട് ദൈവം ഒന്ന് ചെയ്യാനായിട്ട് എല്ലാ അനുഗ്രഹങ്ങളും ഒന്നൊന്നായിട്ട് തിരിച്ചെടുത്തു. ജോബ് പക്ഷെ അവസാനം വരെ ദൈവത്തെ കൈവിടാതെ ഇങ്ങനെ ജോബിനെ കുറിച്ച് പറയുന്ന പോലെ ദൈവം തന്നു, ദൈവം എടുത്ത്, ദൈവത്തിന് നന്ദി. ആ ഒരു കാര്യം ഭയങ്കരമായിട്ട് എന്നെ ഭയങ്കര ടച്ച് ചെയ്തു. അപ്പം ഞാൻ ആ സമയത്തൊക്കെ ഇങ്ങനെ വിചാരിക്കായിരുന്നു, സാത്താൻ ചിലപ്പം എന്നെ പ്രതി ഈശോയുടെ അടുത്ത് പറയുന്നുണ്ടാവായിരിക്കും, ക്രിസ്ത്യന് എല്ലാ അനുഗ്രഹങ്ങളും ഈ സമയങ്ങളിൽ കൊടുക്കുന്നോണ്ടാണ് ഇവളിപ്പോഴും നിന്നോടുകൂടി നിൽക്കുന്നത്, എല്ലാം എടുത്തു നോക്കുക, അപ്പോൾ നിനക്ക് അറിയാൻ പറ്റുമെന്ന്. അപ്പം ആ ഒരു ഇതിൽ അപ്പം ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഈശോയെ ഒരിക്കലും ഞാൻ വേദനിപ്പിക്കാൻ പാടില്ല. അപ്പം ഞാൻ ഇനിയും തുടർന്ന് ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യും. ഈശോ എനിക്ക് ഉറപ്പായിട്ടും മിനിമം ഒരു NIT അല്ലെങ്കിൽ ഒരു അഡ്മിഷൻ തരും എന്ന് ഞാൻ IIT കോച്ചിങ്ങിനായിരുന്നു പോയത്. അപ്പം IITക്ക് വേണ്ടി പഠിക്കുന്നത്. അപ്പം മിനിമം NIT എങ്കിലും തരുമെന്ന് ഞാൻ ഉറപ്പായിട്ട് വിശ്വസിച്ച് ഭയങ്കര ആ ഒരു 100% ട്രസ്റ്റ് ഞാൻ കൊടുത്തായിരുന്നു. അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് ഹാർഡ് വർക്കും വേറെ കുറേ എക്സ്ട്രാ സിനിമ ഒന്നും ഞാൻ കണ്ടില്ല. 5 മണിക്കൂർ ഉറക്കം, അങ്ങനെ ഞാനിങ്ങനെ കുറേ നാളിങ്ങനെ ചെയ്തു. എന്നിട്ടും അത്ര വലിയ മാർക്കൊന്നും കിട്ടിയില്ല. പക്ഷെ ഞാൻ പിന്നെ തുടർന്നുകൊണ്ടിരുന്നു. അങ്ങനെ 12ാം ക്ലാസ്സിൽ ഇങ്ങനെ തന്നെ തുടർന്ന് പോയിക്കൊണ്ടിരുന്നു. അവസാനമൊക്കെ ആയപ്പോഴേക്കും കുറച്ച് ഇങ്ങനെ മാർക്ക് കൂടാൻ തുടങ്ങിയെങ്കിലും വലിയ അങ്ങനെ കൂടുതലൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ വേറൊരു കാര്യം, ഈ ഒരു സമയങ്ങളിൽ 11th തൊട്ട് എനിക്ക്, അതായത് 11th തൊട്ട് ഓൺലൈനായിരുന്നു ആ സമയങ്ങളിലൊക്കെ. അപ്പോൾ തൊട്ട് ഞാൻ തുടങ്ങിയത് കുർബാന കാണാനായിട്ട്. ഈ ഒരു ദിവസം വരെ ഞാൻ അങ്ങനെ കുർബാന അങ്ങനെ മുടക്കിയിട്ടേ ഇല്ല. മാക്സിമം പറ്റുന്നവരും പറ്റുമ്പോഴൊക്കെ എല്ലാ ദിവസവും പോവും. ഇനി ഇൻ കേസ് കിട്ടാതിരിക്കാൻ വല്ല സാഹചര്യം ഉണ്ടെങ്കിൽ ഞാൻ ഓൺലൈനെങ്കിലും കുർബാന കാണും. ആ ശീലം തുടങ്ങിയത് ആ 11-12 സമയത്താണ്. ആ ഒരു സമയത്ത് എന്നെ ഏറ്റവും കൂടുതൽ പിടിച്ചു നിർത്തിയിരുന്നത്, ഞാൻ പറഞ്ഞ പോലെ പഠിത്തവും അതിനൂടെ പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും കുർബാന ഓൺലൈനായിട്ട് കാണുമായിരുന്നു. പിന്നെ അങ്ങനെ കുറേ പ്രേയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഈ കുർബാനയുടെ ഇമ്പോർട്ടൻസ് എനിക്ക് ആ ഒരു സമയങ്ങൾക്ക് ഭയങ്കരമായിട്ട് തോന്നി തുടങ്ങി. കാരണം എന്നെ എത്രയധികം കരുതുന്ന ഈശോയ്ക്ക് ഞാൻ കുറച്ച് സമയം കൊടുക്കുന്നു, ആ ഒരു ബലി അർപ്പിക്കുന്നു എന്നൊക്കെ പറയുമ്പം എനിക്ക് ഭയങ്കരധികം ഒരു സന്തോഷമായിരുന്നു. ഒരു കുർബാന കണ്ടില്ലെങ്കിലൊക്കെ ഭയങ്കര വിഷമമായിരുന്നു. അങ്ങനെ തുടങ്ങിയതാണല്ലോ കാണാനായിട്ട്. ഇന്നേ വരെ, ഈ ദിവസം വരെ 4th year ആയിരിക്കുമ്പോൾ വരെ ഞാൻ ഇതുവരെ ഒരു ദിവസം പോലും അങ്ങനെ മുടക്കിയിട്ടില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ വലിയൊരു കൃപ എനിക്ക് ആ സമയങ്ങൾ മൊത്തം ഉണ്ടായിരുന്നു.
അങ്ങനെ 12th കയറി. 12th എക്സാംസും കാര്യങ്ങളൊക്കെ അത്ര വലിയ മാർക്ക് ഉണ്ടായിരുന്നില്ല പറഞ്ഞ പോലെ. പിന്നെ അവസാനം ഇപ്പോൾ കുറച്ച് ഇങ്ങനെ കൂടി തുടങ്ങി, എന്നാലും വലിയ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അവസാനം എപ്പോഴേക്കും മെയിൻസ് വന്നു. മെയിൻസിന് സമയമാകുമ്പോഴേക്കും ഭയങ്കരമായിട്ട് പ്രിപ്പയർ ചെയ്ത് ഈശോയ്ക്ക് ഫുൾ വിശ്വാസം കൊടുത്ത് ഞാൻ പോയതാ. പക്ഷേ അന്നത്തെ എക്സാം ഫുൾ ഞാൻ ബ്ലാങ്ക് ആയിരുന്നു. എനിക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയാം, എല്ലാം ഞാൻ ചെയ്ത് നോക്കിയത് തന്നെയാണ്. പക്ഷെ ഒരു ക്വസ്റ്റിന് മിഡിലെത്തുമ്പോഴേക്കും ഭയങ്കരമായിട്ട് ഒന്നും കിട്ടാതെ പോകും. അങ്ങനെ ഫസ്റ്റ് മെയിൻസ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് മെയിൻസ് അങ്ങനെ കഴിഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു, ഇങ്ങനെ ഇത്രയും കഴിഞ്ഞിട്ടും ഇതല്ലേ. പിന്നെ ഞാൻ അടുത്തൊരു മെയിൻസ് ഉണ്ട്, ഇനിയും കുറേ എക്സാംസ് ഉണ്ട്, അതിൽ നോക്കാമെന്ന് പറഞ്ഞു ഞാൻ ഈശോയ്ക്ക് ഫുൾ വിശ്വാസം കൊടുത്ത് ഒട്ടുപോലും തളരാതെ പിന്നെ അടുത്തയിലോട്ട് പോയി. ജെയ് മെയിൻസ് ഫേസ് 2 അതിൽ എനിക്ക് ഭയങ്കര ബെറ്ററായിട്ട് പെർഫോം ചെയ്യാൻ പറ്റി. വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഭയങ്കര ദൈവാനുഗ്രഹത്തോടെ വലിയ കുഴപ്പമില്ലാതെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റി. പക്ഷേ ഇങ്ങനെ റാങ്ക് വന്നപ്പോഴേക്കും അഡ്വാൻസോട്ട് ക്വാളിഫൈ ആയി. പക്ഷേ മാർക്ക് വന്നപ്പോഴേക്കും ഒരു NIT, എനിക്ക് കമ്പ്യൂട്ടർ സയൻസ് തന്നെ വേണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അത് കിട്ടാനായിട്ടുള്ള സ്കോർ എനിക്ക് ഉണ്ടായിരുന്നില്ല NIT-ൽ. അപ്പം എന്നാൽ പിന്നെ എനിക്ക് അഡ്വാൻസ് ആയിരിക്കും ദൈവം വെച്ചേക്കണമെന്നും പറഞ്ഞ് ഞാൻ അഡ്വാൻസിന് ആ ഒരു സമയങ്ങൾ ഭയങ്കരമായിട്ട് ഇരുന്ന് പഠിക്കാൻ തുടങ്ങി. അതിനിടയ്ക്കായിരുന്നു കീം വന്നത്. ഇപ്പോൾ കീം വന്നപ്പം എന്നെ ഓഫ് കോഴ്സ് പഠിക്കുന്നതുകൊണ്ട് ചുമ്മാ കീം എഴുതിയതാ. അപ്പം പിന്നെ അഡ്വാൻസിന് വേണ്ടി ഭയങ്കരമായിട്ട് പഠിക്കാൻ തുടങ്ങി. അഡ്വാൻസിനാണെങ്കിൽ 6 മണിക്കൂർ എക്സാമാണ്. അപ്പം 3 മണിക്കൂർ. അപ്പം ഇങ്ങനെ ഇന്റർവ്യൂവിൻ്റെ വരുന്ന എക്സാംസ് ഒക്കെ ഫുൾ ഒരു കള്ളത്തരം കാണിക്കാതെ ഫുൾ ടൈം 3 മണിക്കൂർ 6 മണിക്കൂർ എക്സാം. ഒന്നും അറിയില്ലെങ്കിലും പരിശ്രമിക്കാൻ ഇങ്ങനെ മാക്സിമം നോക്കിക്കൊണ്ടിരിക്കുക 6 മണിക്കൂർ. അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ ബ്രില്യൻ്റ് അഡ്വാൻസ്ഡ് വന്നു. അഡ്വാൻസ്ഡ് അന്നത്തെ എക്സാം ദിവസം 6 മണിക്കൂർ എക്സാം. പക്ഷെ എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. മീൻസ് സാധാരണ ഞാൻ എഴുതുന്ന എക്സാം വലിയ കുഴപ്പമില്ലാതെ എഴുതിയെന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങിയത് എക്സാമാണ്. പക്ഷേ റിസൾട്ട് വന്നപ്പോഴേക്കും അഡ്വാൻസ്ഡ് ഞാൻ ക്വാളിഫൈ പോലും ആയില്ലായിരുന്നു. അപ്പോൾ എനിക്ക് ആക്ച്വലി തളരാനുള്ള എല്ലാ സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ എപ്പോഴും എന്നെ ഭയങ്കരമായിട്ട് പ്രയാസമായിരിക്കും, എന്നെ ഭയങ്കരമായിട്ട് പിടിച്ചു നിർത്തി. പറഞ്ഞു, ക്രിസ്ത്യൻ നിനക്ക് ഇതല്ലായിരിക്കും കുറച്ചുകൂടി നിനക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് ഇതല്ല, കുറച്ചും കൂടി നല്ലത് ചിലപ്പം കുറഞ്ഞ സ്ഥലമായിരിക്കും, പക്ഷെ അതായിരിക്കും ഈശോ നിന്നിൽ ആഗ്രഹിക്കുന്നത്, അതായിരിക്കും നിനക്ക് നല്ലത്. ആ ഒരു ഇതിൽ മറ്റേ ജെറമിയ 29:11 പറയുന്ന പോലെ നിന്റെ നാശത്തിനുള്ള ക്ഷേമത്തിനുള്ള പദ്ധതിയാണ് ശുഭമായും ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. അപ്പം ഈ ഒരു വചനം എന്നെ പിടിച്ചു നിർത്തി. അങ്ങനെ ഞാൻ അപ്പോഴാണ് എനിക്ക് കീമിൻ്റെ റാങ്ക് വന്നത്. കീമിനാണെങ്കിൽ വളരെ ഞാൻ ഒട്ടും വിചാരിച്ചില്ല. കാരണം കീമിൻ്റെ സ്കോർ കാർഡ് ഇങ്ങനെ വന്നപ്പം ചുമ്മാ അറിയാവുന്നത് കുറേ തെറ്റിച്ചു, കുറേ കെയർലെസ് മിസ്റ്റേക്ക് ആയി. അങ്ങനെ 60-70 മാർക്ക് ചുമ്മാ കൊണ്ടുപോയി കളഞ്ഞു. അപ്പം ഒരു CET ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജിൽ കിട്ടുമെന്ന് എനിക്ക് ഒട്ടും എക്സ്പെക്റ്റേഷൻ ഇല്ലായിരുന്നു. പക്ഷേ റാങ്ക് വന്നപ്പോഴേക്കും ഭയങ്കര നല്ല റാങ്ക് വന്നു. അപ്പോഴെനിക്ക് അപ്പം ഞാനിങ്ങനെ വിചാരിച്ചപ്പം എന്നാൽ പിന്നെ ഇതായിരിക്കും നല്ലത്. അങ്ങനെ ഞാൻ കുറേ പ്രാർത്ഥിച്ചു. വേറെ കോളേജിൽ മെയിൻസ് വഴി കിട്ടുമായിരുന്നു, പിന്നെ ഞാൻ CET തന്നെ അങ്ങനെ തിരഞ്ഞെടുത്തു. അങ്ങനെ ഞാൻ CET-ൽ ഞാൻ എത്തി. അപ്പം ആ ഒരു ശരിക്കും ആ ഒരു ജേണി 11-12 ജേണി ഭയങ്കര ഹാർഡ് വർക്കിങ്ങും അതുപോലെ ഭയങ്കര കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും ആ ഒരു സാഹചര്യത്തിലൊക്കെ ഈശോയുടെ കരം പിടിച്ച് ഞാനിങ്ങനെ ഒട്ടും തളരാതെ തന്നെ ഇങ്ങനെ മുന്നോട്ട് നിന്നു. CET-ൽ ചെന്നിട്ട് ഞാൻ പയ്യെ ജീസസ് യൂത്തിൻ്റെ ഭാഗമായി. ജീസസ് യൂത്തിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ കുറേ പരിപാടികൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും വോളണ്ടിയർ ചെയ്യാനൊക്കെ ഉള്ളൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടിയായിരുന്നു. ഓരോ പരിപാടികളിലും പോകുമ്പോഴും ഈശോ ആയിട്ടുള്ളൊരു പേഴ്സണൽ റിലേഷൻഷിപ്പ് വളർത്താനായിട്ടുള്ളൊരു വലിയൊരു സാഹചര്യം എനിക്ക് കിട്ടിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ തുടർന്ന് ഞാൻ ബിടെക് ഇങ്ങനെ ഓരോ ബിടെക്കിൽ ഓരോ സെമ്മുകൾ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ആക്ച്വലി കുറേ പ്രൊജക്റ്റ് സെമിനാറിൽ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷെ അതിലെല്ലാം ഫുൾ ഞാൻ ഈശോയ്ക്ക് വിട്ടുകൊടുത്ത് ഞാൻ അങ്ങനത്തെ ടെൻഷനും പ്രഷറൊന്നും അങ്ങനെ അനുഭവിച്ചില്ല. ഒട്ടും എല്ലാം ഞാൻ ഈശോയ്ക്ക് തരുന്നു. ഞാൻ എൻ്റെ പാർട്ട് ഞാൻ പകുതി ചെയ്യുന്നു. പക്ഷേ ഇതൊന്നും ചില പ്രൊജക്റ്റിൻ്റെയൊക്കെ ചില ഭാഗം വരുമ്പോഴൊക്കെ ചെയ്ത് തീർക്കാൻ പറ്റുമെന്ന് ഒട്ടും തന്നെ എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നില്ല. കാരണം അത് എത്ര ശ്രമിച്ചിട്ടും ഒട്ടും ശരിയാവുന്നൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ആ ഒരു ഇതിലൊക്കെ ഞാൻ ഈശോയ്ക്ക് സമർപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് ഫുൾ അങ്ങ് ചെയ്തു. അങ്ങനെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടായിരുന്നു ആ ഒരു ജേർണി ഫുൾ നടന്നത്. അതുപോലെ തന്നെ പ്ലേസ്മെൻറ്റ് സമയങ്ങളിലൊക്കെ ആണെങ്കിലും വളരെ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, എങ്ങനെ തുടങ്ങണം, എങ്ങനെ ഇത് പഠിക്കണം എന്നൊന്നും അറിയത്തില്ലായിരുന്നു. കാരണം കുറേ ഉണ്ടായിരുന്നു. പക്ഷെ അതിലൊക്കെ ഞാൻ ഈശോയെ എനിക്കിതെങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ, എവിടെ കയറണം എന്ന് അറിഞ്ഞുകൂടാ. അത് ഞാൻ ഫുൾ ഈശോയ്ക്ക് സമർപ്പിച്ചു. അങ്ങനെ ഈശോ ഫുൾ എന്നെ ആ ഒരു പാത്തിലൂടെ നയിച്ചുകൊണ്ട് പോയത്. അതുപോലെ പരിശുദ്ധ അമ്മയുടെ ഒരു പ്രത്യേക ഒരു സഹായം എനിക്ക് ഫുൾ ഉണ്ടായിരുന്നു. ഞാൻ ആ ഒരു 11-12 ജേർണിയിൽ ഒരു കാര്യം പറയാൻ വിട്ടുപോയത് ആ ഒരു സമയത്ത് ഞാനിങ്ങനെ തളർന്നു നിൽക്കുന്ന സമയത്ത് ഒരു മാതാവിൻ്റെ പുസ്തകമുണ്ട്.
ലോകത്തിന് വേണ്ടിയുള്ള മാതാവിൻ്റെ കരുണയുടെ സന്ദേശം, ആ ഒരു ബ്ലൂ കളർ ഒരു ബുക്കാണ്. അപ്പോൾ അത് ഞാൻ പ്രാർത്ഥിച്ചിങ്ങനെ കണ്ണ് അടച്ചിങ്ങനെ തുറന്നു നോക്കുമ്പോൾ മാതാവ് ഇങ്ങനെ എനിക്ക് ആ ദിവസം എന്താണോ വേണ്ടത് ആ ഒരു സന്ദേശം മാതാവ് വന്ന് എനിക്ക് തരും. അങ്ങനെ ആ ഒരു ഇപ്പം മോളെ വിഷമിക്കേണ്ട, ഞാൻ കൂടെയുണ്ട്, നീ ഇതുപോലെ പോയിക്കോ, ഇങ്ങനെ ഒരു സന്ദേശം ഭയങ്കര എന്താ മോട്ടിവേറ്റ് ചെയ്യാനായിട്ടുള്ളൊരു വലിയൊരു അങ്ങനെ സന്ദേശം ഒരു ദിവസം എനിക്ക് തരും. അത് ഞാൻ എടുക്കാതെ ഞാൻ അങ്ങനെ ദിവസം ഇങ്ങനെ തുടങ്ങത്തില്ല. അപ്പോൾ പരിശുദ്ധ അമ്മയുടെ സഹായത്തോടെയൊക്കെ കൂടിയാണ് ഞാൻ ആ ഒരു ജേർണി ഫുൾ കംപ്ലീറ്റ് ചെയ്തത്. അപ്പം എനിക്ക് മനസ്സിലായത് ഇങ്ങനെ ഓരോ തോൽവികളും പരാജയങ്ങളും ഉണ്ടാകും, പക്ഷെ അതിലൂടെയൊക്കെ ഈശോയെ കരം പിടിച്ച് മുന്നോട്ട് നിന്നാൽ നമുക്ക് ഉറപ്പായിട്ടും വലിയൊരു സക്സസ് കാണും. പ്രൈസ് ഗോഡ്.